ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ കോളിംഗ് ബെൽ അടിക്കുവാണ്. വർഷയാണ് വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഡോറ് തുറന്നതും വർഷ ഞെട്ടിപ്പോകും. കാരണം വേറെ ആരുമല്ല വന്നിരിക്കുന്നത്, നമ്മുടെ ഇളയച്ചനാണ്. അതായത് ബീരാൻ. ശ്രുതി ഇളയച്ചനായി അഭിനയിക്കാൻ കൊണ്ടുവന്ന ബീരാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് കണ്ട് ശ്രുതി നല്ലോണം ഞെട്ടുന്നുണ്ട്. കാരണം ബീരാൻ്റെ അഭിനയമൊക്കെ മതിയാക്കി ബീരാനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ വീണ്ടും വന്നിരിക്കുകയാണ് ഇളയച്ചൻ. ഇനി എന്തൊക്കെയായിരിക്കും ഇളയച്ചൻ ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? എന്തായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ഇളയച്ചൻ മിക്കവാറും പൊളിച്ചടുക്കിയിട്ടേ അവിടെ നിന്ന് പോകത്തുള്ളൂ. സച്ചി മിക്കവാറും ഇളയച്ചൻ്റെ കള്ളത്തരം എല്ലാം ഇതോടുകൂടി കണ്ടുപിടിക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇളയച്ചൻ പോകത്തില്ലല്ലോ. ഇനി ആ വീട്ടിലും കുറച്ച് ദിവസമൊക്കെ നിന്ന് അവരുടെ കൂടെയൊക്കെ നിന്ന് മട്ടനും എല്ലാം വെച്ച് തിന്നിട്ടൊക്കെ, അന്ന് മട്ടനൊന്നും കൂട്ടാണ്ടാണല്ലോ ഇളയച്ചൻ പോയത്. അപ്പോൾ ഇനി മട്ടൻ കറിയും മട്ടൻ ചാപ്സും എല്ലാം തിന്നിട്ടേ മിക്കവാറും ഇളയച്ചൻ പോകത്തുള്ളൂ. അതോടൊപ്പം തന്നെ സച്ചി വേറൊരു സത്യം കണ്ടുപിടിക്കുന്നുണ്ട്. അതെന്താന്നല്ലേ, നമ്മുടെ ശ്രുതി പാർലർ വിറ്റ കാര്യം. സച്ചി പാർലറിൽ പോയി അവിടുത്തെ റിസപ്ഷൻ സ്റ്റാഫിനോട് ചോദിക്കുവാണ്, അതാരാ ഇപ്പോൾ അങ്ങോട്ട് പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ, സ്റ്റാഫാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റ് പറയും, അത് സ്റ്റാഫൊന്നുമല്ല, ഈ പാർലറിൻ്റെ ഓണറാണെന്ന് പറയും. അപ്പോൾ സച്ചിൻ എട്ടും. കാരണം ശ്രുതിയുടെ പാർലറാണെന്നാണല്ലോ ശ്രുതി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയാണ് അവിടുത്തെ ഓണറെന്നും മുതലാളി എന്നൊക്കെയാണ് ശ്രുതി വീട്ടിലും എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വിറ്റ കാര്യമൊന്നും ശ്രുതി ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ സച്ചി ഈ സത്യം മനസ്സിലാക്കി ഞെട്ടിരിക്കുകയാണ്. കാരണം ശ്രുതി പാർലർ വിറ്റു, അത് സച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ്. സച്ചി ഇത് കേട്ടതും ഞെട്ടി. കാരണം ശ്രുതി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ ചൂടാറും മുമ്പ് തന്നെ സച്ചി നേരെ വീട്ടിലോട്ടോടി സച്ചി എല്ലാം പറയുന്നത് ആദ്യം ഷെയർ ചെയ്യുന്നത് അച്ഛനോടാണല്ലോ. അപ്പോൾ നേരെ പോയി അച്ഛനോട് പറയുവാണ്, രഹസ്യമായിട്ട് തന്നെയാണ് പറയുന്നത് ശ്രുതി പാർലർ വിറ്റ കാര്യം. അച്ഛനിത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ സച്ചി അച്ചമ്മയെ പിടിച്ച് സത്യയോടാണ്, എൻ്റെ അച്ചമ്മയാണ് സത്യം, ശ്രുതി ചേച്ചി പാർലർ വിറ്റു. അപ്പോൾ എന്തായാലും അച്ഛൻ വിശ്വസിക്കും. കാരണം സച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് അച്ചമ്മ. അതുകൊണ്ട് തന്നെ അച്ചമ്മയെ പിടിച്ച് സത്യമിട്ടുകൊണ്ട് തന്നെ അച്ഛൻ വിശ്വസിക്കും. ഈ സമയത്ത് തന്നെ ശ്രുതി വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി അച്ഛനോട് പറയുവാണ്, അച്ഛ അതേ മുതലാളി വരുന്നുണ്ട്, കടയുടെ മുതലാളി വരുന്നുണ്ട്, ചോദിക്കച്ച എന്ന് പറയുന്നുണ്ട്. പക്ഷെ മിക്കവാറും ഈ അച്ഛൻ ഒരു കാര്യങ്ങളും ചോദിക്കാൻ പോകുന്നില്ല. സച്ചിയുടെ കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ച പോലെ തന്നെ അമ്മയ്ക്കും സച്ചിയുടെയും ഇടയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ അച്ഛൻ ഇതും എന്തായാലും ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല, രഹസ്യമായിട്ട് തന്നെ വെക്കാനാണ് പോകുന്നത്. ഏതായാലും ശ്രുതിക്കിപ്പോൾ കഷ്ടകാലമാണ്. കാരണം പാർലർ വിറ്റതും സച്ചി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇളയച്ചൻ്റെ കടന്നുവരവും. ഏതെങ്കിലും ഒരു കള്ളത്തരം ശ്രുതിയുടെ വീട്ടുകാരെല്ലാവരും തിരിച്ചറിയുന്ന ഉറപ്പാണ്. അപ്പോൾ നാളെ തന്നെ രാവിലെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.